ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരെയും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി ഒരു തേങ്ങാച്ചോറും അതിലേക്ക് ബീഫും കുമ്പളങ്ങയൊക്കെ വെച്ചിട്ടുള്ള കറിയും ബീഫ് വരട്ടിയതൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, അപ്പോൾ വെള്ളിയാഴ്ച സ്പെഷ്യലാണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാട്ടോ മുറ്റടിച്ചു വരുന്നത്. സമയം ഒരുപാടായിട്ടുണ്ട്, 9 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ടൈം. അപ്പോൾ ചിഞ്ചുമോളും ബാബും കടയ്ക്ക് പോയിട്ടുണ്ടേനും ബീഫൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ബീഫൊക്കെ കൊണ്ട് വരുമ്പോഴത്തേന് വേഗം മുറ്റടിച്ച് വരട്ടെ വിചാരിച്ചു. നമ്മൾ മുറ്റേ മുകളിലായതുകൊണ്ടേ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കിച്ചണിക്കാണ് വേഗം ഓടിപ്പോവാം. അപ്പോൾ കിച്ചണിത്തൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് മേലേക്ക് കയറുള്ളൂ കേട്ടോ. അപ്പോൾ മുറ്റടിച്ച് വരാൻ നേരം വേക്കും. അങ്ങനെ അത് അപ്പച്ചി മകളും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ബീഫൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വന്നിട്ട് ചായ കുടിക്കാൻ വിചാരിച്ച് നിന്നതാട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നൂൽപുട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചായക്ക് കടി നമ്മളെ ഇഡ്ഡലി ചെമ്പില്ലേ, ഇഡ്ഡലി പാത്രത്തിലാണ് കേട്ടോ നൂൽപുട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അതാണ് ചെറിയ നൂൽപുട്ട്. പിന്നെ ഇതിലേക്ക് കറി ചിക്കൻ പാർട്സൊക്കെ വെച്ചിട്ടുള്ള കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് കാറ്ററിംഗ് ഒക്കെ ഉണ്ടാകുമ്പോഴേ ചിക്കൻ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ പാർട്സ് നമ്മൾ അതിലിടൂല കേട്ടോ. പാർട്സ് വേറെ മാറ്റി തരാൻ പറയും അവരോട്, വേറെ കവറിലിട്ട് തരാൻ പറയും. എന്നിട്ട് ഇപ്പോൾ 5 കിലോ ഇറച്ചിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ, ചിക്കനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 5 കിലോ കറക്റ്റ് ആക്കിയിട്ട് തൂക്കിയിട്ടാട്ടോ നമ്മളെ ബിരിയാണിക്ക് എടുക്കുക. അപ്പോൾ പാർട്സ് ഒന്നും അതിൽ പെടൂല. അപ്പോൾ അങ്ങനെ കിട്ടുന്ന പാർട്സ് ഉണ്ടാവും. അപ്പോൾ അതാ ഞാനങ്ങനെ അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കും. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കറിയൊക്കെ ഉണ്ടാക്കും. അതുകൊണ്ട് അങ്ങനെ ഉപ്പച്ചിക്കും മക്കൾക്കും ചായയൊക്കെ കൊടുത്തു. ഒന്നും മദ്രസ ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും ചായയൊക്കെ കുടിച്ചു, ഞാനും ചായയൊക്കെ കുടിച്ചു കേട്ടോ. അപ്പോൾ ഇനി ഇതാ ഒരെന്തൊക്കെ കൊണ്ടുവന്നിട്ട് നോക്കട്ടെ. ബീഫ് വാങ്ങാൻ വേണ്ടിയിട്ട് പോയതിന് അപ്പം ബീഫ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ബീഫ് കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇറച്ചിയും കുമ്പളങ്ങയൊക്കെ വെച്ചിട്ട് കറി ഉണ്ടാക്കണം. പിന്നെ ബീഫ് വരട്ടിയതും തേങ്ങാച്ചോറും അതാണ് കേട്ടോ ഇന്നത്തെ ലഞ്ച് മെനു. അപ്പോൾ ബീഫ് ഇതാ ഞാനൊരു വാഴൻ്റെലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. എനിക്ക് ഈ പച്ച ഇലയിലേ ബീഫൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു ഇഷ്ടമാണ്. അപ്പോൾ വെറുതെ അതിലേക്ക് ഇട്ട് കൊടുത്തതാട്ടോ. അല്ലാതെ ഇപ്പം വാഴൻ്റെലേക്ക് ബീഫ് ഇട്ട് വിചാരിച്ചിട്ട് അതിൽ കഴുകാനും കൂടി കഴിയൂല. അപ്പോൾ അത് നേരെ പിന്നെ നമ്മളെ ഓട്ടപാത്രത്തേക്ക് ഇട്ട് കൊടുത്താണ്. പിന്നെ നമുക്കിത് കഴുകിയെടുക്കാം. അപ്പോൾ ബീഫ് കഴുകുമ്പോഴേ ഇങ്ങനെ കഴുകാണ് സുഖം. ഇങ്ങനെ ഈ ഓട്ടപാത്രത്തിൽ ഇട്ടാണ്ട് വെള്ളം ഒഴിച്ച് നല്ലോണം കൈകൊണ്ട് തിരുമ്മി കഴുകുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് കിട്ടും, എളുപ്പം ആവും ചെയ്യും. സിങ്കിലൊന്നും ബീഫിൻ്റെ പീസസ് ഒന്നും അവിടെ ഇവിടെയും കടന്നാണ്ട് അങ്ങനെ വേഗം അടയും അങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പോൾ അങ്ങനെ ബീഫൊക്കെ കഴുകി വെച്ചിട്ടോ. പിന്നെ അതിലേക്കുള്ള ഉള്ളിയും അങ്ങനെയുള്ളതൊക്കെ പൊളിക്കാനൊക്കെ വേണ്ടി നിന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തെ വെള്ളമൊക്കെ അപ്പോൾ ചോർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ബീഫ് കറിയാണ് കേട്ടോ ഇനി ഉണ്ടാക്കുന്നത്, ബീഫും കുമ്പളങ്ങയും വെച്ചിട്ടുള്ള കറി. അപ്പോൾ കുറച്ച് ബീഫ് എടുത്തിട്ട് ഞാൻ ഒരു മൺചട്ടിക്ക് ഇട്ട് കൊടുത്താണ്. ഇനി ഇതാ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ചെറിയ തീയിലിട്ടേക്കാണ് കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഞാൻ കാശ്മീരി മുളക് പൊടി, എരിവുള്ള മുളക് പൊടി, അതേപോലെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, ഇത്രയും പൊടികളാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. കരിയരുത് കേട്ടോ, കരിയാതെ വേണം ഒന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഫ്ലെയിം പറ്റ കുറച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ആ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ ആവി വരുമല്ലോ, അതുവരെ ഫ്ലെയിം ഓൺ ആക്കിയാൽ മതിട്ടോ. പിന്നെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ആ ചട്ടിയിൽ തന്നെ ഇട്ടിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അങ്ങനെ ഇപ്പോൾ ഇത് മസാലപ്പൊടികളൊക്കെ ചൂടായിട്ടോ. അപ്പോൾ അത് ഞാനിതാ നമ്മളെ ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറിയ ഉള്ളിയൊക്കെ ചതച്ചെടുത്തതാണ് കേട്ടോ അത്. അപ്പോൾ അത് 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. അതേപോലെ കുറച്ച് ചെറിയ ഉള്ളി, ഒരു കൈപ്പിടി ഉള്ളൂ കേട്ടോ, അത് തൊലി കളഞ്ഞാണ്ട് അതും അങ്ങനെ കഴുകിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി ഇട്ട് കൊടുത്തു. സവാള നമ്മൾ ഇതിലേക്ക് ചേർക്കണില്ല കേട്ടോ. എന്നിട്ട് കൈ കൊണ്ട് ഇതാ നല്ലോണം ഇതുപോലെ ഒന്ന് തിരുമ്മി കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കറി ഉണ്ടാക്കാനല്ലേ, അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പം നമ്മൾ പുറത്ത് അടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ട് കേട്ടോ. അടുപ്പത്താണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് കുക്കിങ്ങിന് നേരം വൈകിയതുകൊണ്ടേ 3 അടുപ്പിലായിട്ട് കുക്ക് ചെയ്യണം, എന്നാലുള്ളൊക്കെ ആവും കേട്ടോ. പിന്നെ ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, പള്ളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് ഫുഡ് വേണേനും. അപ്പോൾ നമ്മളെ അടുപ്പൊക്കെ കത്തിച്ച് ബീഫ് കറിക്കുള്ളത് ഒരടുപ്പത്ത് വെച്ചു. ഇനി നമുക്ക് മറ്റേ അടുപ്പത്ത് വരട്ടാനുള്ളതും വെക്കാം. പിന്നെ നമ്മൾ അടുപ്പിൻ്റെ ഒരു വീഡിയോ ചെയ്യുമെന്ന് ചില കൂട്ടുകാരൊക്കെ അങ്ങനെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ഞാൻ അടുപ്പിൻ്റെ വീഡിയോ ഒറ്റക്കായിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. അടുപ്പ് ഉണ്ടാക്കാൻ അങ്ങനെ ഒരുപാട് പൈസ ഒന്നും വന്നിട്ടില്ല കേട്ടോ. ഇത് സാധാരണ അടുപ്പാണ്, ഇങ്ങനെ സിമെൻറ്റ് കട്ടല്ലേ അത് വെച്ചാണ്ട് പടുത്തുണ്ടാക്കിയതാണ്. പിന്നെ സ്ലാബ് വാർത്ത് അതിലിങ്ങനെ കോൺക്രീറ്റ് ചെയ്താണ്ട് പിന്നെ ഇരുമ്പിൻ്റെ അടുപ്പ് കുഴിച്ചിടും, അങ്ങനെയൊക്കെ ചെയ്തൊക്കെയാണ് കേട്ടോ. ഇത് അടുപ്പ് ഉണ്ടാക്കണമെന്ന് നമുക്ക് യൂട്യൂബ് ചാനലൊന്നും ഇല്ല, അതുകൊണ്ട് പിന്നെ അന്ന് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇത് 2019 ഉണ്ടാക്കിയ അടുപ്പാണ് കേട്ടോ. അപ്പോൾ കുറച്ചായില്ലേ. പിന്നെ അതേപോലെ ഇത് ടൈൽസ് ആണോ എന്നൊക്കെ ചോദിച്ചു. ഇനി ടൈൽസ് ഒന്നുമല്ല, കാവിട്ടതാണ് കേട്ടോ.
അപ്പോൾ നമുക്ക് വരട്ടുള്ള ബീഫ് അടുപ്പത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് അവിടെ മൺചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ മസാലപ്പൊടികളൊക്കെ ആ എണ്ണയ്ക്ക് ഇട്ടിട്ടാണ് കേട്ടോ ചൂടാക്കി എടുക്കുന്നത്. വരട്ടി എടുക്കാനുള്ളത് ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, പെരുംജീരകം പൊടിച്ചത്, കുരുമുളക് പൊടി, ഇത്രയും പൊടികളാട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ആ എണ്ണയിലിട്ടിട്ട് ഒന്നും ഇങ്ങോട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. കരിയരുത് കേട്ടോ, കരിയാതെ നോക്കണം. അതേപോലെ നല്ലോണം മിക്സാക്കി കൊടുക്കുക. പിന്നെ നമ്മൾ കഴുകി വെച്ച ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതും എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു രീതിയാണ് കേട്ടോ. അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അങ്ങനെ ബീഫൊക്കെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാം. അപ്പോൾ ആദ്യം ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നമ്മൾ മസാലപ്പൊടികളൊക്കെ അതിൻ്റെ അടിയിലാണല്ലോ, അപ്പോൾ അത് എല്ലാ ഭാഗത്തും ഒന്ന് ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം ബീഫിൽ തന്നെ വെള്ളം പൊടിഞ്ഞ് വരും. കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ അതേപോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ചതച്ചത് 2 സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി തൊലി കളഞ്ഞാണ്ട് കഴുകി വെച്ചിട്ടുണ്ടേനും, അരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തേക്കാണ്. എന്നിട്ട് ഒന്നും കൂടെ മിക്സാക്കി കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ സവാള ഒന്നും വഴറ്റി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിക്ക്. പിന്നെ സവാള ഒന്നും ചേർക്കണമില്ല കേട്ടോ. സവാള, തക്കാളി അതൊന്നും വരട്ടണ ബീഫിക്ക് അതൊന്നും ചേർക്കണില്ല കേട്ടോ. ഈ ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ചതച്ച് തന്നെ ചേർത്തിട്ടുള്ളൂ. അതേപോലെ മസാലപ്പൊടികളും. അപ്പോൾ അതേപോലെ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ആ മിക്സിൻ്റെ ജാറ് ചുഴറ്റിയിട്ട് കുറച്ച് ചൂടുള്ള വെള്ളം കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തത്. അങ്ങനെ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി ഒന്നും കൂടെ മിക്സാക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് തീ കത്തിച്ചാണ്ട് അങ്ങോട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ കറി വെക്കാനുള്ള ബീഫ് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇതും ഇവിടെ കടന്നിട്ട് വേവട്ടെ. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കട്ടോ. നല്ലോണം തിളച്ചിട്ടുണ്ട്. തിളച്ച് വരുമ്പോഴാണല്ലോ അങ്ങനെ ആ സ്മെല്ല് വരിക. അങ്ങനെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് അതിന് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇതിവിടെ കടന്നിട്ട് വേവട്ടെ. ഇനി നമുക്ക് കുമ്പളങ്ങയൊക്കെ കട്ട് ചെയ്തൊക്കെ റെഡിയാക്കണ്ടേ, അതൊക്കെ ചെയ്യുക. പിന്നെ അതേപോലെ ചോറും ഉണ്ടാക്കണം. ചോറ് തേങ്ങാച്ചോറാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. തേങ്ങാച്ചോറ് വലിയ ഇഷ്ടമൊന്നുമില്ല കുട്ടികൾക്കൊന്നും, എന്നാലും എപ്പോഴും നെയ്ച്ചോറും ബിരിയാണിയും തന്നെയല്ല ഉണ്ടാക്കല്. അപ്പോൾ ഇന്ന് തേങ്ങാച്ചോറാക്കാമെന്ന് കരുതി. അപ്പോൾ ഈ ബീഫും ഇപ്പോൾ തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും ഒന്ന് ഇളക്കി കൊടുത്തു. അങ്ങനെ നമ്മളെ ബാവുക്കാക്ക് പിന്നെ പള്ളി പോകാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. റിച്ചുമോൻ കുറച്ച് നേരത്തെ പോയിട്ടോ, എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ പോയി. സാധാരണ രണ്ടാളും ഒപ്പമാണ് പോവല്. എന്നിട്ട് ഇപ്പോൾ പലയിടത്തൊക്കെ പോവും, കബറിങ്ങലൊക്കെ പോവും. അപ്പം അവിടുന്ന് കാണുകയിക്കാറ് കേട്ടോ. റിച്ചുമോൻ കുറച്ച് നേരത്തെ പോയിട്ടുണ്ട്. അപ്പോൾ ഒരു വരുമ്പോഴത്തേന് ഒക്കെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ബീഫൊക്കെ അടുപ്പത്തായല്ലോ, ഇനിയിപ്പോൾ വലിയ പണിയൊന്നുമില്ല. ബീഫാണ് വെന്ത് കിട്ടാനുള്ളൂ ടൈം എടുക്കുക. പിന്നെ ഇനിയിപ്പോൾ ചോറും ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ചോറ് ഞാൻ അതും വിറകടുപ്പിൽ തന്നെ ആക്കാമെന്ന് കരുതി. അപ്പോൾ സാധാ ചാക്കരി ഇല്ലേ, ഇത് റേഷൻ കടയിൽ തരല്ലോ കേട്ടോ, വേവുള്ള അരിയാണ്. അപ്പോൾ അത് ഒരു 4 കപ്പ് എടുത്തിന് ഞാൻ. പിന്നെ അതിലേക്ക് കുറച്ച് ഉലുവി ഇട്ട് കൊടുത്ത് അത് നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് തേങ്ങ ചിരവിയതാട്ടോ ചേർക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലൊന്നും ആവില്ല തേങ്ങാച്ചോറ് ഉണ്ടാക്കുക. ഞാൻ എൻ്റേതായിട്ടുള്ളൊരു സ്റ്റൈലിൽ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഓരോരുത്തർക്കും ഓരോരോ സ്റ്റൈലല്ലേ. അപ്പോൾ എൻ്റെ സ്റ്റൈലിലാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ എങ്ങനെയല്ല തേങ്ങാച്ചോറ് ഉണ്ടാക്കലെന്നൊക്കെ ഇനി കമൻറ്റ് ബോക്സിൽ അങ്ങനെ കാണാം. പിന്നെ അതിക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടോ. എന്നിട്ട് നല്ലോണം കൈകൊണ്ട് ഇതേപോലെ തിരുമ്മി കുഴച്ചെടുത്തിട്ടുണ്ട്. ആ ചെറിയ ഉള്ളിൻ്റെ നീരും തേങ്ങൻ്റെ പാലൊക്കെ എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ നമ്മളെ കല്ലടുപ്പുണ്ടല്ലോ, അതിന്മേൽ ഞാൻ കലത്തിൽ വെള്ളം വെച്ചിന് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അതിക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ കണക്കൊന്നും എനിക്കറിയില്ല. ഞാൻ തേങ്ങാച്ചോറ് അധികം അങ്ങനെ ഉണ്ടാക്കലില്ല, എപ്പോഴേലൊക്കെ ഉണ്ടാക്കലുള്ളൂ. ചില ദിവസം ഉണ്ടാക്കുമ്പോൾ വേറെല്ലാണ് കേട്ടോ അധികം. അപ്പോൾ ഇന്നിപ്പം എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും വെള്ളമൊക്കെ തിളച്ച് അരിയൊക്കെ ഇട്ട് കൊടുത്തോണ്ട് കേട്ടോ. പിന്നെ ഇതിക്ക് വെള്ളത്തിൻ്റെ ഒരു കണക്ക് അളന്നൊക്കെ ഒഴിച്ചു കൊടുക്കാനൊന്നും ഞാൻ നിന്നിട്ടില്ല കേട്ടോ. നമുക്കൊരു കമ്മട്ടെന്ന് പറയില്ലേ, അങ്ങനെ ആ ഒരു കമ്മട്ടത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തതാണ്. അങ്ങനെ അരിയൊക്കെ ഇട്ട് കൊടുത്തു, ഇളക്കി കൊടുത്ത് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ തീ ഇതുവരെ നല്ലോണം കത്തീന് കേട്ടോ. അപ്പോൾ അരി ഇട്ട് കൊടുത്തപ്പോൾ പുകയിൽ തുടങ്ങി. പിന്നെ ഊതി കത്തിച്ചിട്ടോ, കാറ്റുണ്ടായിട്ടാണ്. അങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ കിടന്നിട്ട് വേവട്ടെ. അപ്പോൾ ഇനി നമ്മളെ ബീഫും കുമ്പളങ്ങ ഇട്ടിട്ടുള്ള കറിക്ക് കുമ്പളങ്ങ ഇടണമല്ലോ. അപ്പോൾ കുമ്പളങ്ങ അത് വലിയ മൂപ്പില്ല കേട്ടോ. കുമ്പളങ്ങയും ബീഫൊക്കെ കറി ഉണ്ടാക്കുമ്പോൾ നല്ല മൂത്ത കുമ്പളങ്ങ ആവണം, എന്നാൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് എന്തായാലും നമുക്ക് കിട്ടിയതല്ലേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഞാൻ ഇത് മുഴുവൻ എടുത്തിട്ടില്ല കേട്ടോ, ചെറിയൊരു കഷ്ണം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട്. ഞാൻ അങ്ങനെയൊക്കെ കേട്ടോ കുമ്പളങ്ങൻ്റെ തൊലിയൊക്കെ കളയൽ. അങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് അത് കട്ട് ചെയ്തെടുത്തു. നമ്മളെ ചോറൊന്ന് നോക്കട്ടെ വിചാരിച്ചിട്ടോ. അപ്പോൾ ചോറൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഇളക്കി കൊടുത്ത്, വെള്ളം ഒരുപാട് ഉണ്ട് ഇട്ടതിൽ. ഇനിയിപ്പോൾ എന്താകാമെന്നൊന്നും അറിയില്ല. പിന്നെ വേവുള്ള അരി ആയതുകൊണ്ട് അങ്ങനെയാണ് പായസമാവില്ല എന്ന് വിചാരിക്കണം. അങ്ങനെ ബീഫ് വന്ന് നോക്കിയപ്പോഴേ നല്ലോണം വെന്ത്
എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. എണ്ണ നമ്മൾ ഇതിക്ക് ഒഴിച്ചു കൊടുത്തതല്ല, ഈ ബീഫും ഉണ്ടാവണ നെയ്യില്ലേ അത്. അല്ലാതെ ഞാൻ ഇതിക്ക് വെളിച്ചെണ്ണയും ഓയിലൊന്നും ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ അതൊക്കെ അങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനൊരു ബീഫിൻ്റെ കഷ്ണം എടുത്ത് കഴിച്ചു നോക്കിയപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുമ്പളങ്ങയും കൂടെ അതിലിട്ടിട്ട് വേവിച്ചെടുക്കേണ്ടതല്ലേ. അപ്പോൾ ഞാൻ കുമ്പളങ്ങ കട്ട് ചെയ്തത് ഇതിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വലിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് കുറച്ച് നേരം കൂടെ അടച്ചു വെക്കുക, കുമ്പളങ്ങ ഒന്ന് വെന്ത് വരട്ടെ. ഇനി ഇതിക്ക് ലാസ്റ്റായിട്ട് നമ്മൾ തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇപ്പം അതൊക്കെ വേവട്ടെ, എന്നിട്ട് പിന്നെ ലാസ്റ്റ് ചേർക്കുക. പിന്നെ ഇപ്പുറത്തെ ബീഫ് നോക്കിയപ്പം ഒന്നും ആയിട്ടില്ല കേട്ടോ, ഒരു ഹാഫ് വേവൊക്കെ ആയിട്ടുള്ളൂ. അപ്പം നല്ല പോത്തിറച്ചിയാണ് കേട്ടോ. ഇനി മൂത്തിറച്ചിയായിട്ടാണ് എന്താ അറിയില്ല. അപ്പോൾ എന്തായാലും അങ്ങനെ കടന്നിട്ട് വേവട്ടെ നല്ലോണം. തീയൊക്കെ ഞാൻ അങ്ങനെ കത്തിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ചോറ് നോക്കിയപ്പം ചോറത്തെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, കുറച്ച് വെള്ളമുള്ളൂ കേട്ടോ ഇനി. അപ്പോൾ ഞാൻ തീ അങ്ങോട്ട് പിരിച്ചു കൊടുത്തിട്ടുണ്ട്, ഇനി ചിലപ്പം അടി പിടിക്കണ്ട വിചാരിച്ചിട്ട്. അപ്പോൾ നോക്കുമ്പം ഇതും അതേപോലെ ഒരു 3/4 വേവൊക്കെ ആയിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടെ വെള്ളം വറ്റി വരാണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ആ ചൂടിൽ കടക്കട്ടെ കരുതിട്ടോ. എന്നാൽ പിന്നെ അവിടെ കടന്നിട്ട് അങ്ങനെ അതും റെഡി ആയിക്കോളും. അപ്പോൾ ഇന്നത്തെ കുക്കിങ്ങൊക്കെ അടുപ്പത്ത് തന്നെയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് ഗ്യാസ് അടുപ്പുമേലാണ്, അല്ലാതെ ചോറിന് കൂട്ടാൻ ഉണ്ടാക്കിയതൊക്കെ ഒന്ന് വിറകടുപ്പിലാണ്. ഇപ്പം അല്ലെങ്കിലും അധിക വീടുകളിലും വിറകടുപ്പ് കത്തുന്നത് കാണാമല്ലോ അല്ലേ. അപ്പം യൂട്യൂബിൽ തന്നെ നമ്മൾ വീഡിയോ ഒക്കെ കാണുമ്പോഴേ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ വിറകടുപ്പ് കത്തുന്നത് അങ്ങനെ കാണാം. അപ്പോൾ നമ്മളെ എന്താ പറയുക, കുമ്പളങ്ങയൊക്കെ വെന്താണ് കേട്ടോ. കുമ്പളങ്ങക്കറി ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. തേങ്ങാപ്പാലൊക്കെ ഞാൻ പിഴിഞ്ഞ് റെഡിയാക്കി വെച്ചിനി. അപ്പോൾ 1-ാം പാല് 2-ാം പാൽ എന്നൊന്നുമില്ല, ഒക്കെ ഒരു പാൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ അതിക്കാണ്ട് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കട്ടോ. അപ്പോൾ ഞാൻ തീയൊക്കെ ഇതൊന്ന് എടുത്താണ്, തീയൊന്നും ഇല്ല കേട്ടോ, കനൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അടച്ചു വെച്ചാൽ മതി, ആ ചൂടിൽ കടന്നിട്ട് ഒന്നും കൂടി ചൂടാവട്ടെ, എന്നിട്ട് നമുക്ക് തൂമിച്ചെടുക്കാം. അങ്ങനെ കുറച്ച് നേരം ഒന്ന് അടുപ്പത്ത് വെച്ച് ഒന്ന് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് ചൂടായി വന്നിട്ട് പിന്നെ ഞാൻ അടുപ്പത്തു നിന്ന് വാങ്ങി വെച്ചിട്ടോ. ഇനി നമുക്കിതൊന്ന് തൂമിച്ചെടുക്കാം. അപ്പോൾ ഇത് തൂമിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കണ്ടോ, ഇതിത്തെ നെയ്യ്, ഈ ബീഫിലുള്ള നെയ്യൊക്കെ ഇങ്ങനെ പാകി നിന്നിട്ടേ നമ്മൾ തൂമിച്ച പോലെ തന്നെയാണ് കറി. എന്നാലും വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി തൂമിച്ചാണ്ട് ഇടുമ്പം വേറൊരു ടേസ്റ്റാണ്, ഇങ്ങനത്തെ കറിക്കായാലും ഏത് കറിക്കായാലും. അപ്പോൾ നമുക്കൊന്ന് തൂമിച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതാ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി അരിഞ്ഞ് കറിവേപ്പിൻ്റെ ഇലയും വറ്റൽമുളകൊക്കെ വറുത്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടച്ച് വെക്കാം, കുറച്ച് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. പിന്നെ ഇതാ ബീഫ് നമ്മൾ വരട്ടാനുള്ളത് വെച്ചിരുന്നല്ലോ, അതും ഒന്ന് തുറന്ന് ഇളക്കിയൊക്കെ നോക്കിട്ടോ. അപ്പോൾ അതും വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പം ഇവിടെ തന്നെ നിന്നോട്ടെ, അങ്ങനെ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് അടുപ്പത്ത് നിന്ന് എടുക്കട്ടോ. നമുക്ക് കഴിക്കാനാവുമ്പോൾ എടുക്കുക. ആ ചൂടിൽ അങ്ങനെ കിടക്കുമ്പോൾ ഇങ്ങനെ ചാമ്പി കടന്ന് വേവുക പറയില്ലേ, അങ്ങനെ വേവണം കേട്ടോ ബീഫൊക്കെ അടുപ്പത്ത് കിടന്ന്. അപ്പം അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ കുക്കറിൽ ഉണ്ടാക്കുന്ന കാട്ടിലും ടേസ്റ്റാണ് അടുപ്പത്ത് വെച്ച് ഇങ്ങനെ ചെറിയ തീയിലിട്ടിട്ട് ഇങ്ങനെ ചാമ്പി കടന്ന് വേവണ ബീഫ്. അപ്പോൾ അതിനെ ഞാൻ അപ്പുറത്തെ അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പുറത്തെ അടുപ്പ് ഒഴിഞ്ഞെടുക്കണം, അതിൽ കനലുണ്ട്. ഇനി അപ്പം അവിടെ അടച്ച് വെച്ച് ഇനി ഇവിടെ നമുക്ക് പപ്പടം പൊരിക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ കുക്കിങ്ങൊക്കെ വിറകടുപ്പിലാണെന്ന്. അങ്ങനെ പപ്പടം പൊരിക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ ചട്ടിയാണെങ്കിൽ ചൂടാവണമെങ്കിൽ കുറച്ച് നേരം പിടിക്കും കേട്ടോ. അപ്പോൾ ചൂടാവട്ടെ. അപ്പോൾ തന്നെ നമുക്ക് ചോറൊക്കെ നോക്കാം. ഇതാ കണ്ടോ, ചോറൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിരിക്കണം കേട്ടോ. അപ്പം ആദ്യമായിട്ടാണ് കേട്ടോ തേങ്ങാച്ചോറ് ഉണ്ടാക്കുമ്പോൾ വെള്ളമൊക്കെ പാകമായിട്ട് വന്നിണത്. ഞാൻ പറഞ്ഞല്ലോ ചിലപ്പോൾ ഞാൻ ഉണ്ടാക്കുമ്പോൾ വേറിലാണ് അധിക ദിവസം. ഇന്നിപ്പോൾ വേവൊക്കെ പാകത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വേറെ പാത്രത്തേക്ക് ആക്കാം കേട്ടോ. ഈ കലത്തോട് കൂടിയിട്ട് അടുപ്പത്ത് അകത്തേക്ക് കൊണ്ടുപോകുമ്പോഴേ കരി ഉണ്ടാവും ഓയിമിൽ. അപ്പോൾ വേറെ പാത്രത്തേക്ക് ആക്കാം. ഇതിവിടെ തന്നെ നമുക്കാണ് കഴുകി വെക്കും ചെയ്യാമല്ലോ. അങ്ങനെ ചോറൊക്കെ അടുപ്പത്ത് കൊണ്ടു വെച്ചു. അപ്പോൾ തന്നെ നമ്മളെ ചട്ടിയൊക്കെ ചൂടായിക്കണ്. ഇനി നമുക്ക് പപ്പടം പൊരിക്കാം. അപ്പം ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഓയിലും ഒന്ന് ചൂടാവട്ടെ കേട്ടോ. അപ്പം നമ്മളെ കറി ഒന്ന് നോക്കാം. നമുക്ക് കറി നമ്മൾ തൂമിച്ച് ഒഴിച്ചു കൊടുത്തതല്ലേ. അപ്പോൾ നല്ല അടിപൊളി കറിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കുമ്പളങ്ങയും ബീഫൊക്കെ വെച്ചിട്ട് കറി ഉണ്ടാക്കൽ ഇതേപോലെയാണോ അല്ലേ കമൻറ്റ് ചെയ്യുകൊണ്ടിട്ടോ. ഇല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട്. നല്ല ടേസ്റ്റ് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അതേപോലെ തന്നെ കുമ്പളങ്ങയും ബീഫ് മാത്രമല്ല, കുമ്പളങ്ങയും ചിക്കനൊക്കെ ഇട്ടിട്ട് ഇതേപോലെ കറി ഉണ്ടാക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റാട്ടോ. ഈ ഒരു രീതിയിൽ തന്നെ ബീഫിന് പകരം ചിക്കൻ ചേർക്കുക, തേങ്ങാപ്പാലൊക്കെ അതേപോലെ തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെ നല്ല ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കറി ഞാൻ ഒരു പാത്രത്തേക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പം കറിയുള്ള കലങ്ങളൊക്കെ കഴുകി വെക്കണ്ടേ, അപ്പോൾ അങ്ങനെ ഒഴിച്ചു വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ബീഫും അതേപോലെ തന്നെ വെന്തിട്ടുണ്ടതിനും നോക്കിയപ്പോൾ കേട്ടോ. അപ്പോൾ അതും ഞാൻ ഇപ്പോഴത്തെ ആവശ്യത്തിനുള്ളത് ഒരു പാത്രത്തേക്ക് എടുക്കുന്നുണ്ട്. ബീഫും അതേപോലെ തന്നെ കേട്ടോ, നല്ല ടേസ്റ്റാണ് ബീഫ് വരട്ടിയത്. ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കൊണ്ടിട്ടോ. ചിലരൊക്കെ അതേപോലെ തന്നെ ആവും ഉണ്ടാക്കുക. ഇനിയിപ്പം ഇതുപോലെ ഉണ്ടാക്കാത്തവർ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട്. പിന്നെ പപ്പടം പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ചട്ടിയൊക്കെ
ചട്ടി ചൂടായി ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടാണ് പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പം നല്ലോണം ചൂടായിട്ടുണ്ട് ഓയിലൊക്കെ. അപ്പം ഇനി പപ്പടം വേഗം നമുക്ക് പൊരിച്ചെടുക്കാം. പിന്നെ കാബേജ് ഉപ്പേരി ഉണ്ടാക്കാൻ പറഞ്ഞു കേട്ടോ ബാബു, അത് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഇനിയിപ്പോൾ അരിയാനൊന്നും നേരമില്ല. അപ്പോൾ ഞാൻ പപ്പടം മാത്രമേ പൊരിച്ചിട്ടുള്ളൂ. പിന്നെ കുറച്ച് സാലഡ് ഉണ്ടാക്കി സുർക്കിയിലിട്ടോ, ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടാണ്ടേ പച്ചമുളകൊക്കെ ഇട്ടാണ്ട് അങ്ങനെ അതും ഉണ്ടാക്കി. അപ്പം ബാബുക്ക് പള്ളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം ഇനി ഒരു ഫുഡൊക്കെ വിളമ്പി കൊടുക്കട്ടെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ പോയി ഞാനും നിസ്കരിച്ചൊക്കെ വന്നു. പിന്നെ റിച്ചുട്ടും വന്നിട്ടില്ല കേട്ടോ. ഓൻ്റെ കൂട്ടുകാരെ കൂടെയാണ് ഇന്നിപ്പോൾ പള്ളിയിൽ പോയിട്ടുള്ളത്. അപ്പോൾ ഇനി ഓനെ കാത്തിക്കാൻ നേരമില്ല. ബാബുവിന് ഇപ്പോൾ കടയ്ക്ക് പോകും വേണം. അപ്പം നമുക്ക് ചോറ് വിളമ്പിയൊക്കെ കഴിക്കുമ്പോഴത്തേനും ഓനും എത്തിക്കോളും. ചോറാണെങ്കിൽ നല്ല ചൂടുമാണ് കേട്ടോ. അപ്പോൾ ചോറൊക്കെ വിളമ്പി നമ്മളെ ബീഫും കുമ്പളങ്ങി വെച്ചിട്ടുള്ള കറിയൊക്കെ ഒഴിച്ചു കൊടുത്തു. അപ്പം എൻ്റെ ബാബു വന്നിട്ട് ഇപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് തോന്നുന്നുണ്ട് ഈ ബീഫും കുമ്പളങ്ങി വെച്ചിട്ടുള്ള കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ലോണം ഇഷ്ടമായിക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിനി എന്നൊക്കെ പറഞ്ഞു. അതേപോലെ തന്നെ മക്കൾക്കും ഒക്കെ ഇഷ്ടമായിട്ടുണ്ടായിന്. പിന്നെ നമ്മളെ വിന്നർക്കുള്ള ഗിഫ്റ്റ് ഞാൻ ഒന്ന് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ വീഡിയോ എടുത്തിന് ഇതിൻ്റെ കൂടെ ചേർക്കണം എന്ന് വിചാരിച്ചിന്, പക്ഷെ അത് ചേർത്തിട്ടില്ല കേട്ടോ, മറന്നുപോയി. ഇന്നെടുത്ത വീഡിയോ തന്നെയാണ് ഇന്നിപ്പോൾ ഇടുന്നത്. അപ്പോൾ ഉച്ചക്ക് ഞങ്ങളെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ നിന്നത്. അപ്പോൾ അങ്ങനെ മറന്നു പോയിട്ടാണ്. അപ്പം ഇൻഷാല്ലാ നാളത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതേപോലെ നാളത്തെ വീഡിയോയിൽ നമുക്ക് പിന്നെ പുതിയ വിന്നർ തിരഞ്ഞെടുക്കുകയും ചെയ്യാം കേട്ടോ. അങ്ങനെ ചോറൊക്കെ ഞാനും വിളമ്പിയൊരു പാത്രത്തേക്ക് ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് അങ്ങനെ ചോറൊക്കെ കഴിച്ചിട്ടോ. ബാബുവിൻ്റെ ചോറുന്നൽ കഴിയാനേക്കണം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇരുന്നിട്ടുള്ളൂ. അങ്ങനെ പിന്നെ ചോറയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വരാനും വേഗം. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ നമ്മളെ റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാനും മറക്കരുത് കേട്ടോ. ചില കൂട്ടുകാരൊക്കെ കമൻറ്റ് ബോക്സിൽ പറയലുണ്ട്, നമ്മളിപ്പോൾ മാങ്ങച്ചാർ ഉണ്ടാക്കിനല്ലോ കുറച്ച് മുന്നേ, ആ മാങ്ങച്ചാർ ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിന് എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ബോക്സിൽ അങ്ങനെ കാണാം കേട്ടോ. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇനി ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ നാളെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.